സ്റ്റാർട്ട്സ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ഒരു ക്യാൻവാസ് ബോർഡ് റെഡിയാക്കി എടുക്കാം എന്നാണ് കാണിക്കുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ക്യാൻവാസ് ബോർഡ്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഈ ഇതുണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത് ഇതേപോലത്തെ ഒരു കാർഡ്ബോർഡാണ്. ഇതേപോലത്തെ ഒരു കാർഡ്ബോർഡ്, ഈ ഒരു കാർഡ്ബോർഡ് വലിയൊരു ഷീറ്റ് മേടിക്കാനായിട്ട് 50 രൂപയാണ്. അപ്പോൾ ഇതേപോലത്തെ കാർഡ്ബോർഡ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്കിതാ ഇതേപോലത്തെ ഡയറി ഉണ്ടല്ലോ, നല്ല കട്ടിയുള്ള, ഇത് നല്ല കട്ടിയുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഡയറി ആണെങ്കിലും മതി, ഈ ഒരു ഇത് നമുക്ക് എടുത്താലും മതി. ഇത് നല്ല കട്ടിയുള്ളതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഡയറി ആയാലും മതി, അത് നമുക്ക് വേണം. പിന്നെ ഞാൻ എടുക്കുന്നത് ഇതേപോലത്തെ ഒരു ഷീറ്റാണ്. ഇത് വക്രം എന്ന് പറയും, ചില സ്ഥലത്തൊക്കെ ഇതിന് ബുക്രം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ എടുക്കുന്നത്, ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഈ സൈഡാണ് നമ്മൾ പുറം ഭാഗമായിട്ട് എടുക്കുന്നത്. ഇതിന് രണ്ട് ഗ്ലേസിങ് ഉള്ളൊരു ഭാഗമുണ്ട്. അപ്പോൾ ഈ ഭാഗമാണ് നമുക്ക് വേണ്ടത്, ഒട്ടിക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ ഇതേപോലത്തെ ഒരു വക്രം, ഇതൊരു 100 രൂപയാണ്, 1 മീറ്ററിന് 100 രൂപയാണ് ഇതിന് വില. അപ്പോൾ ഇതേപോലത്തെ ചെറിയ ഒരു ഷീറ്റ് ഞാൻ എടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ചെറിയൊരു ക്യാൻവാസ് ബോർഡാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് അതിൻ്റെ പാകത്തിന്. പിന്നെ ഒരു A4 സൈസ് പേപ്പർ നമുക്ക് വേണം, നമുക്ക് ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. പിന്നെ നമുക്ക് വേണ്ടത് ഫെവിക്കോളാണ്, ഏതെങ്കിലും ഒരു ഗമ്മ് നമുക്ക് വേണം. അപ്പോൾ ഫെവിക്കോൾ ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ എടുക്കുന്നത് ഇതേപോലത്തെ ഒരു ഹൂപ്പാണ്. ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രത്തിൽ നിന്ന്, ഒരു ഡബ്ബയിൽ നിന്ന് ഞാൻ വെട്ടിയെടുത്തതാണ്. ഇതല്ലാതെ ഹുക്ക് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇതിപ്പോൾ ഞാനിപ്പോൾ വീട്ടിൽ തന്നെ ഇതൊന്നും ഉണ്ടാക്കിയെടുത്തുന്നുള്ളൂ. അപ്പോൾ ഇത് ഒട്ടിക്കാനായിട്ട് നമുക്കൊരു ഗ്ലൂ ഗണ്ണും കൂടി എടുക്കാം. അപ്പോൾ നമുക്കിത് ആദ്യം തന്നെ ചെയ്തു തുടങ്ങാം, എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് ഈ ഒരു ഷീറ്റ് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ദാ ഇങ്ങനെയാണ് ഞാനിത് വെക്കുന്നത്. ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയാനുണ്ട്. നമ്മുടെ പുതിയ സബ്സ്ക്രൈബർ അഞ്ജന ഒരു ഹായ് പറയാനായിട്ട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അഞ്ജന സുഖമാണല്ലോ അല്ലേ? അപ്പോൾ അഞ്ജന സന്തോഷമായിട്ടിരിക്കുക, സുഖമായിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക. അപ്പോൾ അഞ്ജനയ്ക്ക് ഒരു വലിയ ഹായ്. അപ്പോൾ അഞ്ജന സന്തോഷമായല്ലോ അല്ലേ? നമുക്ക് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ ഈ ഗ്ലേസിംഗ് ഉള്ള വശമാണ് നമ്മൾ ഇങ്ങനെ വെച്ച് ഒട്ടിക്കുന്നത്. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, വേറെ ഒന്നും അങ്ങനെ കാര്യമായിട്ട് ശ്രദ്ധിക്കാനില്ല. നന്നായിട്ട് വരച്ചു പിടിച്ചൊന്ന് ഒട്ടിക്കുക. ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൈഡ് കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഒന്ന് വലിച്ചങ്ങനെ പിടിക്കുകയാണെങ്കിൽ അത് കറക്റ്റായിട്ട് ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ അത് ഒന്ന് വലിച്ചു പിടിച്ച് ഒട്ടിക്കുക. അപ്പോൾ ഈ ബ്രഷ്, ഇത് ഞാൻ ഫെവിക്കോൾ ഇങ്ങനെ തേക്കാൻ വേണ്ടി മാത്രം എടുക്കുന്ന ഒരു ബ്രഷാണ് കേട്ടോ. അല്ലെങ്കിൽ സാധാരണ മറ്റേ നമ്മൾ പെയിൻ്റ് അടിക്കാനൊക്കെ എടുക്കുന്ന ബ്രഷ് ഇങ്ങനെ ഫെവിക്കോൾ എടുക്കാനായിട്ട് എടുക്കണ്ട. അപ്പോൾ ബ്രഷ് കുറച്ച് ഇതായി പോകും. അപ്പോൾ നമ്മൾ 4 വശം ഒട്ടിച്ചു കഴിഞ്ഞു. അപ്പോൾ ദാ ഇങ്ങനെയാണ് നമ്മുടെ ക്യാൻവാസ് ബോർഡ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. നമുക്ക് A4 സൈസ് പേപ്പർ നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ A4 സൈസ് പേപ്പർ നമുക്ക് ഇതിൻ്റെ പുറകിൽ ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് A4 സൈസ് പേപ്പർ ഒട്ടിക്കുന്നതിന് മുൻപ് തന്നെ ഈ ഒരു ഹൂപ്പ് ഇവിടെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം നമുക്ക്. അപ്പോൾ അത് ഒട്ടിക്കാനായിട്ട് ഞാൻ ഹോട്ട് ഗ്ലൂ ആണ് എടുക്കുന്നത്, ഗ്ലൂ ഗണ്ണാണ് എടുക്കുന്നത്. കുറച്ച് ഗ്ലൂ വെച്ച് ഇത് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം.
ഇതിവിടെ നന്നായിട്ട് സ്റ്റിക്കായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഷീറ്റ് ഇതിന് മേലെ വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഈ പേപ്പർ ഒട്ടിക്കാനായിട്ട് ഞാൻ ഫെവിക്കോൾ തന്നെയാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഈ പേപ്പറും കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ക്യാൻവാസ് ബോർഡിൻ്റെ പണി കഴിയും. അപ്പോൾ നമ്മൾ A4 സൈസ് പേപ്പറും കൂടെ ഇതിനകത്ത് ഒട്ടിച്ചിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മുടെ ക്യാൻവാസ് ബോർഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി ഇതിലൊരു വർക്ക് ചെയ്ത് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും ഇത് വർക്കൗട്ട് ആവുമോ എന്ന് നമുക്ക് നോക്കാമല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു പടം വരച്ച് കാണിക്കാം ഇതിനകത്ത്. അപ്പം ഞാൻ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ബ്രഷ് വെച്ചാണ് പെയിൻറ്റ് ചെയ്തത്. അപ്പോൾ ഇതിന് നല്ലൊരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു അലുമിനിയം ഷീറ്റ് എടുക്കുന്നുണ്ട്, അലുമിനിയം ഫോയിൽ ഷീറ്റ് എടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും, റോളായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ അതിനൊരു 81 രൂപയൊക്കെ വില. അപ്പോൾ ഞാനതൊന്ന് ബോളായിട്ട് ചുരുട്ടി എടുത്തു. എന്നിട്ട് ഇങ്ങനെയൊന്ന് പെയിൻറ്റിൻ്റെ മുകളിൽ കൂടി ഒന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് നല്ലൊരു ടെക്സ്ചർ കിട്ടും ആ ക്യാൻവാസ് ബോർഡിനും പെയിൻറ്റ് അടിച്ചതിനൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒന്ന് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ക്യാൻവാസ് ബോർഡ് ഇവിടെ നന്നായിട്ട് ഡ്രൈ ആക്കി ഇട്ടിട്ടുണ്ട്. ഞാനതിൽ ഒരു ചെറിയ മരത്തിൻ്റെ കുറച്ച് ബ്രാഞ്ചസ് ഒക്കെ വരച്ച് കൊടുത്തിട്ടുണ്ട് ചെറിയ രീതിയിൽ. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് ഇലകളൊക്കെ വരയ്ക്കണം. അപ്പോൾ ഇല വരയ്ക്കാനായിട്ട് ഞാൻ അലുമിനിയം ഫോയിൽ ഇങ്ങനെ ഒന്ന് ചുരുട്ടി എടുത്തിട്ട് ഗ്രീൻ കളർ അക്രിലിക് പെയിൻറ്റിൽ മുക്കിയിട്ട് ഇതേപോലെ ഒന്ന് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ച് ഇങ്ങനെ ഇലകളൊക്കെ നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും. അപ്പോൾ ഇലകളൊക്കെ വരയ്ക്കാനായിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു ട്രിക്കാണിത്. അപ്പോൾ ഇങ്ങനെ പെയിൻറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ മതി. ഇലകൾ പോലെ നമുക്ക് തോന്നിക്കോളും. അപ്പോൾ ഞാൻ അങ്ങനെ ഫുള്ള് മരം വരച്ചിട്ടൊന്ന് കാണിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ക്യാൻവാസ് ബോർഡിൽ പടമൊക്കെ വരച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതങ്ങനെ വലിയ പടം എന്നൊന്നും പറയാൻ പറ്റില്ല. ഞാൻ ഈ ക്യാൻവാസ് ബോർഡിൽ എങ്ങനെ ചിത്രങ്ങളൊക്കെ വരയ്ക്കാൻ പറ്റുമോ, വർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു ചിത്രം വരച്ചത്. ഞാനത്ര പടം വരക്കാരിയൊന്നും അല്ലാതെ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ആകെ ഒരു സൂര്യനും മലയും മരവും ഒക്കെ മാത്രമേ വരയ്ക്കാൻ അറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു മരം വരച്ചെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് നമ്മുടെ ഫാമിലിയിലൊന്ന് ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.